ഡൽഹിയിൽ തെരുവുനായ ആക്രമണത്തിൽ വിദേശ കോച്ചുകൾക്ക് കടിയേറ്റിരിക്കുകയാണ്. ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനെത്തിയ കെനിയയുടെ സ്പ്രിന്റ് കോച്ച് ഡെന്നിസ് വാൻസോ, ജപ്പാന്റെ അസിസ്റ്റന്റ് കോച്ച് മിക്കോ ഒക്കുമസു എന്നിവർക്കാണ് കടിയേറ്റത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇന്നലെ കോച്ചുമാർക്ക് നായകളുടെ കടിയേറ്റത്. PR അരവിന്ദ് വിശദാംശങ്ങൾ നൽകും. അരവിന്ദ്, എങ്ങനെയാണ് ഇവർക്കെതിരെ ഈ തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നത്? സിഫുദ്ദീൻ, ഇത് ആദ്യമായിട്ടാണ് രാജ്യം ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്. 104 രാജ്യങ്ങളിൽ നിന്ന് 1200ഓളം അത്ലറ്റുകൾ ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് ഒരു നാണക്കേടായി ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വിദേശ കോച്ചുമാർക്കാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അവർ ഇന്നലെ രാവിലെ ആ പരിശീലനത്ത് ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് പുറത്തെത്തിയപ്പോഴാണ് ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കെനിയയിൽ നിന്നുള്ള സ്പ്രിന്റ് കോച്ച് ഡെന്നിസ് വാൻസോ, അതുപോലെ തന്നെ ജപ്പാൻ അസിസ്റ്റന്റ് കോച്ച് മിക്കോ ഒക്കുമസു എന്നിവർക്കാണ് ഈ തെരുവുനായയുടെ കടിയേറ്റിരിക്കുന്നത്. ഇരുവരെയും സഫർജംഗ ആശുപത്രിയിലെത്തി ചികിത്സ നൽകിയിട്ടുണ്ട്. പ്രധാനമായും 2036 ഒളിമ്പിക്സിനും അതുപോലെ തന്നെ 2030 കോമൺവെൽത്ത് ഗെയിംസിനും വേദിയാകാൻ വേണ്ടി ഇന്ത്യ ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ വിദേശ കോച്ചുമാർക്ക് ഇത്തരം ഒരു തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഇത് സംഭവം നടക്കുന്നത്. വാർത്തകൾ അല്പസമയം മുമ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവർക്ക് ചികിത്സകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത്തരമുള്ള തെരുവുനായ ആക്രമണം, ഇത്ര വലിയൊരു ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കുമ്പോൾ അവിടെ ഇത്രയും ഒരു സുരക്ഷയോ അല്ലെങ്കിൽ അതിനുവേണ്ട സജ്ജീകരണങ്ങളോ ഒരുക്കിയിട്ടില്ല എന്ന വിമർശനമാണ് ഉയരുന്നത്. എന്തായാലും 2 വിദേശ കോച്ചുമാർക്കാണ് തെരുവുനായ ആക്രമണം നേരിടേണ്ടി വന്നത്.